വാർണിഷിൻ്റെ തുടങ്ങി വെച്ചായിരുന്നു അല്ലേ. നമ്മൾ ഇന്നലെ എന്തിനാണ് നമ്മൾ വാർണിഷ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞത് വുഡിൻ്റെ സർഫേസിൽ അല്ലേ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് വാർണിഷ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വുഡിൻ്റെ ഡിഫക്റ്റുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട്, അതായത് വുഡിനെ സംരക്ഷിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ആണ് ഇതെന്ന് പറയുന്നത് വാർണിഷ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തിനൊക്കെ കൊടുക്കണമെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. നിറമില്ലാത്ത ദ്രാവകമായ വാർണിഷ് ആൽക്കഹോളിലോ അതുപോലെ തന്നെ ഓയിലിലോ ടർപ്പൻറ്റൈനിലോ റെസിൻ ചേർത്ത ലായനിയാണ്. മരത്തിൽ വാർണിഷ് തേക്കുന്നത് കൊണ്ട് താഴെ പറയുന്ന ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു. എന്താണ്? പ്രതലത്തിന് നല്ല തിളക്കം കിട്ടുന്നു, പെയിൻറ്റിനെ സംരക്ഷിക്കുന്നു, അതുപോലെ വാതില്, ജനല്, റൂഫ്, മറ്റ് പെയിൻറ്റ് ചെയ്താത്ത മരത്തിൻ്റെ ഭാഗങ്ങളെ അതെന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഡിഫക്റ്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാർണിഷ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി? ഞാൻ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ എല്ലാ ചാപ്റ്ററും എടുക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും അതുപോലെ തന്നെ ക്വാളിറ്റി എന്നായാലും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലും നിങ്ങൾ സെയിം ആൻസർ തന്നെ എഴുതിയാൽ മതി. വേഗത്തിൽ ഉണങ്ങുന്നതായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരിക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ഭംഗിയുള്ളതായിരിക്കണം. അന്തരീക്ഷ വായുവിൽ നിന്നും സംരക്ഷണം നൽകണം. ഉറപ്പുള്ളതും ഡ്യൂറബിലിറ്റി ഉള്ളതും ആയിരിക്കണം. ഉണങ്ങുമ്പോൾ ചുരുങ്ങുകയോ വിണ്ടുകീറുകയോ ചെയ്യരുത്. ഇത്തരം ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇത്തരം അഡ്വാൻറ്റേജ് എന്തിനുണ്ടായിരിക്കണം? നമ്മുടെ ഒരു നല്ല വാർണിഷിന് നമ്മൾ ഉപയോഗിക്കുന്ന വാർണിഷിന് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കണം. പിന്നെന്താ പറയണത്? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഭംഗിയുള്ളതാകണം. പിന്നെന്താണ്? അന്തരീക്ഷ വായുവിൽ നിന്നും സംരക്ഷണം നൽകണം. പിന്നെ ഉറപ്പുള്ളതും ഈട് നിൽക്കുന്നതും ആയിരിക്കണം. ഉണങ്ങുമ്പോൾ അത് ചുരുങ്ങുകയോ അതുപോലെ തന്നെ അത് വിണ്ടു കീറുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഏതാണ്ട് വാർണിഷിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓഫ് വാർണിഷ്. നമ്മൾ പെയിൻറ്റിൽ ഇൻഗ്രീഡിയൻസ് ഒരു 5 എണ്ണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു അത്? ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, അതുപോലെ തന്നെ കളർ പിഗ്മെൻറ്റ്, ഡ്രയർ, സോൾവെൻറ്റ്. ഇങ്ങനെ 5 ടൈപ്പ്. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോസസ്സായിട്ടാണ് നമ്മളത് ഓർത്ത് വെക്കണേ. ആദ്യം എന്താണ്? ബേസ്. എന്തിനും നമുക്കൊരു ബേസായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. റെഡ് ലെഡൊക്കെയാണ് നമ്മൾ, വൈറ്റ് ലെഡൊക്കെയാണ് നമ്മൾ അതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് എങ്ങനെയാണ്? അതിനൊരു ദ്രാവക രൂപത്തിൽ ലിക്വിഡ് ഫോമിലേക്ക് നിലനിർത്തുന്ന ഒരു സംഭവം വേണമല്ലേ. അതാണ് ഞാൻ വെഹിക്കിൾ ഓർ കാരിയർ എന്ന് പറഞ്ഞാൽ. ആ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നുള്ളതല്ലേ, ക്യാരി വഹിച്ചുകൊണ്ട് പോവുക. അത് ആ വാക്കിൻ്റെ മീനിങ് അങ്ങനെയാണ്. അപ്പോൾ ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ. പിന്നെ എന്താ? കളറിങ് പിഗ്മെൻറ്റ്സ്. നമ്മളതിൽ ഏതൊക്കെ ഇതിലുള്ള കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള കളർ നമുക്ക് കിട്ടും. അപ്പോൾ കളറിങ് പിഗ്മെൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അതിൽ പറയുക? ഡ്രയർ. ഇത് അടിച്ച് കഴിഞ്ഞാൽ കളറിങ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് ഇട്ടു, അതിന് ശേഷം അത് മൂവ് ചെയ്യുന്നൊരു പദാർത്ഥമാണെന്ന് പറഞ്ഞു. അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ചേർക്കുന്നു. അതിനുശേഷം എന്താണ്? ഇത് അപ്ലൈ ചെയ്യണം ചെയ്യണത് ചുമരിൽ അല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഡ്രയർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. എന്നാലാണ് അതെന്ത് ചെയ്യുള്ളൂ? പെട്ടെന്ന് ഉണങ്ങുള്ളൂ. ഡ്രയർ എന്നുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താലാണ് അത് ഉണങ്ങുള്ളൂ പെട്ടെന്ന്. പിന്നെന്താണ് പറയുന്നത്? സോൾവെൻറ്റ്. ഇനിയിപ്പോൾ ഇത് അടിക്കണം എന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടിയായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അടിക്കുന്ന ഭാഗത്തിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ ഭാഗത്തിലേക്ക് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഏതെങ്കിലും തരത്തിലുള്ള സോൾവെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് പഠിക്കുമ്പോഴാണ് ആ പേരുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അനുസരിച്ചിട്ട് നിങ്ങളത് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വാർണിഷിൻ്റെ ഘടകങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് വാർണിഷിൻ്റെ ഘടകങ്ങൾ? റെസിനസ് വസ്തുക്കളും, റെസിൻ ആൻഡ് റെസിനസ് സബ്സ്റ്റൻസസ്, ഡ്രയർ, സോൾവെൻസ്. ഇത് മൂന്നുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? വാർണിഷിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റെസിൻ എന്ന് പറയുന്നത് പശേനെയാണ് നമ്മൾ റെസിൻ എന്ന് പറയുന്നത്. റെസിനോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റൻസോ അതിൻ്റെ മറ്റ് ഘടകങ്ങളോ ആണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സോൾവെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റെസിനും അതിൻ്റെ സബ്സ്റ്റൻസുകളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോപ്പാൽ, അതുപോലെ ഷെല്ലാക്ക് അല്ലെങ്കിൽ ലാക്ക് അല്ലെങ്കിൽ റോസിൻ എന്നിവയാണ് നമ്മൾ റെസിനുകളായിട്ട്, പശയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മുമ്പ് പൈൻ മരങ്ങൾ ഉണ്ടായിരുന്ന മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഉറപ്പ് കൂടിയ വസ്തുവാണ് ഈ കോപ്പാൽ എന്ന് പറയുന്നത്. അതായത്
പൈൻമരങ്ങൾ മുൻപ് പൈൻമരങ്ങൾ ഉണ്ടായിരുന്ന മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഉറപ്പ് കൂടിയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പാൽ എന്ന് പറയുന്നത്. ഷെല്ലാക്ക് അല്ലെങ്കിൽ ലാക്ക് എന്ന് പറയുന്നത് ചില പ്രത്യേക തരം പ്രാണികളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുവാണ്. റോസിൻ പൈൻമരത്തിൽ നിന്നും ലഭിക്കുന്നു. ആംബർ, അതുപോലെ മാസ്റ്റിക്, ഗമ്മ്, ഡമ്മർ എന്നിവയൊക്കെ, ഗമ്മ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പശകൾ, എന്നിവയൊക്കെ എന്താണ്? റെസിനുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് റെസിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയണത് കോപ്പാൽ, ഷെല്ലാക്ക്, ലാക്ക്, റോസിനാണ് നമ്മൾ റെസിനായിട്ട് നമ്മൾ വാർണിഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോപ്പാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പൈൻമരങ്ങൾ നിന്നിരുന്ന, അതായത് മുമ്പ് പൈൻമരങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന, അതിൻ്റെ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പുള്ള വസ്തുവാണ് കോപ്പാൽ എന്ന് പറയുന്നത്. ഇനി ഷെല്ലാക്ക് അല്ലെങ്കിൽ ലാക്ക് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രത്യേക തരം പ്രാണികളിൽ നിന്ന് ലഭിക്കുന്ന റെസിനാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന പശകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോസിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൈൻമരത്തിൽ നിന്ന് ലഭിക്കുന്ന റെസിനാണ് എന്ത് പറയുന്നത്? റോസിൻ എന്ന് പറയുന്നത്. പിന്നെ ആംബർ, മാസ്റ്റിക്, ഗമ്മ്, ഡമ്മർ ഇതൊക്കെ റെസിനുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് റെസിൻ ആൻഡ് റെസിൻ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് എന്താണ്? ഡ്രയറാണ്. ലിത്താർജെ, വൈറ്റ് കോപ്പർ, ലെഡ് അസിറ്റേറ്റ് എന്നിവയാണ് വാർണിഷിനെ ഉണങ്ങാൻ സഹായിക്കുന്ന ഡ്രയറുകൾ. അപ്പോൾ വാർണിഷിൽ ഉപയോഗിക്കുന്ന ഡ്രയറുകൾ ഏതൊക്കെയാണ്? ലിത്താർജെ, അതുപോലെ തന്നെ വൈറ്റ് കോപ്പർ, അതുപോലെ ലെഡ് ആക്സിലേറ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാർണിഷിൽ ഡ്രയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത എന്താണ്? സോൾവെൻറ്റ്. റെസിൻ പ്രതലത്തിൽ പരത്തപ്പെടുന്നത് സോൾവെൻറ്റിനാലാണ്. താഴെ കൊടുത്തിരിക്കുന്ന വിധം റെസിൻ അനുസരിച്ചുള്ള സോൾവെൻറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മളറിയാം, സോൾവെൻ്റായിട്ട് ടർപ്പൻറ്റൈനോ തിന്നറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ്? അപ്പോൾ റെസിനും അതിലുപയോഗിക്കുന്ന സോൾവെൻറ്റുകളും പറയുന്നുണ്ട്. ആംബർ, കോപ്പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോയിൽഡ് ലിൻസിൽ ഓയിലാണ് നമ്മൾ അതിനെ ലൂസാക്കാൻ സോൾവെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ലാക്ക് ആൻഡ് ഷെല്ലാക്ക് ആണെങ്കിൽ മെഥിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ താണതരം, പിന്നെ അതിൻ്റെ അടിയിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള റെസിനുകളായിട്ട് വുഡ് നാഫ്ത എന്ന് പറയുന്ന ഒരു സോൾവെൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാർണിഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റെസിനും, പെയിൻറ്റിൽ നമ്മൾ 5 തരമാണ് പറഞ്ഞത് അല്ലേ? വാർണിഷിൽ എത്രയാണ്? 3 ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. റെസിനും റെസിൻ്റെ സബ്സ്റ്റൻസും, പിന്നെ എന്താണ് പറയുന്നത്? അതിൻ്റെ ഡ്രയർ, മൂന്നാമത് പറയണത് സോൾവെൻറ്റ്. ഇങ്ങനെ 3 തരം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഈ വാർണിഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് വാർണിഷ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് വാർണിഷുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓയിൽ വാർണിഷ്, സ്പിരിറ്റ് വാർണിഷ്, ടർപ്പൻറ്റൈൻ വാർണിഷ്, അതുപോലെ തന്നെ വാട്ടർ വാർണിഷ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ, 4 തരത്തിലാണ് ടൈപ്പ് വാർണിഷുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ വാർണിഷിങ്ങിൽ ലിൻസീഡ് ഓയിലാണ് നമ്മൾ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓയിൽ വാർണിഷിങ്ങിൽ നമ്മൾ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ലിൻസീഡ് ഓയിലാണ് സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ആംബർ, കോപ്പാൽ ഇവയാണ് റെസിനുകൾ. ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അല്പം ടർപ്പൻറ്റൈൻ ചേർത്ത് നേർപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓയിൽ വാർണിഷ് ആണെങ്കിൽ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. നമ്മളത് ലിൻസീഡ് ഓയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ലിൻസീഡ് ഓയിലാണ് നമ്മളിതിൽ സോൾവെൻ്റായിട്ട്, അതായത് ഈ വാർണിഷിനെ നേർപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഈസി ആയിട്ട് നമുക്കത് ചുമരിൽ അപ്ലൈ ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലിൻസീഡ് ഓയിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഉണങ്ങാൻ കുറച്ച് താമസം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്താണ് സ്പിരിറ്റ് വാർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ മെഥിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈൻ, നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞതാണ് എന്താണ് ഉപയോഗിക്കുന്നത്. ഈ മെഥിലേറ്റഡ് നമ്മൾ ഷെല്ലാക്കൊക്കെ വരുമ്പോഴാണ് അതിനെ നമ്മൾ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? സോൾവെൻ്റ് ഷെല്ലാക്ക് അല്ലെങ്കിൽ ലാക്ക് ആണ്. റെസിൻ പെട്ടെന്ന് ഉണങ്ങുന്നു, ഈട് നിൽക്കില്ല, ഫർണിച്ചറുകൾക്ക് ഉപയോഗിക്കുന്നു. ഫ്രഞ്ച് പോളിഷ് സ്പിരിറ്റ് വാർണിഷിന് ഉദാഹരണമാണ്.
വാർണിഷിന്. കളർ പിഗ്മെൻറ്റ് ചേർത്ത് നിറം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സ്പിരിറ്റ് വാർണിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മെഥിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈൻ ആണ് എന്തെന്ന് പറയുന്നത്, സ്പിരിറ്റ് വാർണിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിൻ ഏതാണ്? ലാക്കും ഷെല്ലാക്കുമാണ് ഇതിൻ്റെ റെസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്നു എന്ന് പറയുന്നത് ഓയിൽ വാർണിഷ് പോലെയല്ല, ഇത് പെട്ടെന്ന് ഉണങ്ങുന്നു എന്ന് പറയുന്നത്. പക്ഷേ അത്രയ്ക്കും ഓയിൽ വാർണിഷിൻ്റെ അത്രയ്ക്കും എന്തില്ല, ഡ്യൂറബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫർണിച്ചറുകൾക്കാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് പോളിഷ് സ്പിരിറ്റ് വാർണിഷിന് ഒരു എക്സാമ്പിളായിട്ടാണ് സ്പിരിറ്റ് വാർണിഷ് നമ്മൾ പറയുന്നത്. കളർ പിഗ്മെൻറ്റ് ചേർത്ത് നമുക്ക് നിറമുണ്ടാക്കാം. ഇതിൽ നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കളറുകൾ ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ടർപ്പൻറ്റൈൻ വാർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടർപ്പൻറ്റൈൻ ആണ് നമ്മൾ സോർവൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഓരോ റെസിനിലും ഏതാണോ നമ്മളതിൽ സോൾവൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ആ പേര് ചേർത്തിട്ടാണ് നമ്മളിതിൻ്റെ പേരുകൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ ടർപ്പൻറ്റൈനാണ് സോൾവൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗമ്മ്, ഡമ്മർ, മാസ്റ്റിക്, റോസിൻ ഇതൊക്കെയാണ് ഇതിൻ്റെ റെസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന് ഡ്യൂറബിലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഇളം നിറമാണെന്നാണ് പറയുന്നത്, ഡാർക്കല്ല, ഇളം നിറമാണെന്നാണ് പറയുന്നത്. അടുത്താണ് വാട്ടർ വാർണിഷിങ്. ഷെല്ലാക്ക് ചൂടുള്ള ജലത്തിൽ ലയിപ്പിച്ച ശേഷം അതിൽ അമോണിയ, ബോറക്സ്, പൊട്ടാഷ്, സോഡ ഇവയിൽ ഏതെങ്കിലും ചേർത്താണ് വാട്ടർ വാർണിഷ് നിർമ്മിക്കുന്നത്. വാൾപേപ്പറിനും മേപ്പുകൾക്കും ചിത്രങ്ങൾക്കും ഉപയോഗിക്കുന്നു. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഈ വാട്ടർ വാർണിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലാക്ക് നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അതിൽ അമോണിയ ബോറക്സും അതുപോലെ തന്നെ പൊട്ടാഷ്, സോഡ ഇവയിൽ ഏതെങ്കിലും ചേർത്താണ് നമ്മൾ വാട്ടർ വാർണിഷ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വാൾപേപ്പറുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മാപ്പുകൾ തയ്യാറാക്കാനും ചിത്രങ്ങൾക്കൊക്കെ എന്നിട്ട് നമ്മൾ ഈ വാട്ടർ വാർണിഷിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ 4 തരത്തിലാണ് നമുക്ക് വാർണിഷിങ് വരുന്നത്. ഒന്ന് ഓയിൽ വാർണിഷ്, സ്പിരിറ്റ് വാർണിഷ്, ടർപ്പൻറ്റൈൻ വാർണിഷ്, വാട്ടർ വാർണിഷ്. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു സോൾവെൻറ്റിന് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ലിൻസീഡ് ഓയിലാണ് നമ്മൾ ഓയിൽ പെയിൻറ്റിൽ ഉപയോഗിക്കുന്നത്, അതാണ് ഓയിൽ വാർണിഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണത് ഓയിൽ വാർണിഷ്. രണ്ടാമത്തേൽ എന്താണ്, ഷെല്ലാക്ക് ഓർ ലാക്കാണ് റെസിനായിട്ട് വരുന്നത്, അതാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ് വാർണിഷ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേൽ ടർപ്പൻറ്റൈൻ വാർണിഷാണ്, അതിൽ നമ്മൾ ടർപ്പൻറ്റൈനാണ് നമ്മൾ സോൾവൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ടർ വാർണിഷിൽ നമ്മൾ സോൾവൻ്റായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടറാണ്. അപ്പോൾ ആ പേര് ചേർത്തിട്ട് തന്നെയാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ എഴുതാനും എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാർണിഷിലെ മെറ്റീരിയൽസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റെസിനും റെസിൻ്റെ സബ്സ്റ്റൻസും ആണ്. അതുപോലെ ഡ്രയർ, സോൾവെൻറ്റ്, ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് വാർണിഷിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഈ വാർണിഷ് എത്ര തരത്തിലുണ്ട്? 4 തരത്തിലുണ്ട്. ഓയിൽ വാർണിഷ്, സ്പിരിറ്റ് വാർണിഷ്, ടർപ്പൻറ്റൈൻ വാർണിഷ്, വാട്ടർ വാർണിഷ്, ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എന്തുണ്ട്, വാർണിഷുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചെയ്യേണ്ട വിധം ആണ് നമ്മളോട് പറയുന്നത്. മരം നന്നായി വൃത്തിയാക്കിയിട്ട് സാൻഡ് പേപ്പറോ പ്യൂമി സ്റ്റോണോ ഉപയോഗിച്ചിട്ട് മിനുസപ്പെടുത്തുക. നമുക്കറിയാം അല്ലേ, പെയിൻറ്റിങ് എന്ന അധ്യായത്തിൽ വിശദീകരിച്ചതുപോലെ നോട്ടിങ്ങും സ്റ്റോപ്പിങ്ങും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഹോൾസുകളൊക്കെ അടച്ച് അതിനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നോട്ടിങ്ങും സ്റ്റോപ്പിങ്ങിലൊക്കെ വരുന്നത്. അപ്പോൾ ഉപരിതലത്തിൽ സ്റ്റോപ്പിങ് ചെയ്യുക. ഇതിനായി നേർത്ത പശ ഉപയോഗിച്ചിട്ട് ചെറുദാരങ്ങൾ അടയ്ക്കുക. ഇടവിട്ട് ബോയിൽഡ് ലിൻസീഡ് ഓയിലും ഉപയോഗിക്കുക. ഉണങ്ങിയ ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരച്ച് നല്ല രീതിയിൽ അതിനെ മിനുസപ്പെടുത്തിയെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണിത്. നേരിയ രോമമുള്ള ബ്രഷ് ഉപയോഗിച്ച് പ്രതലത്തിൽ നേരിയ കോട്ട് വാർണിഷ് തേക്കുക. അത് ഉണങ്ങിയ ശേഷം അടുത്ത കോട്ട് നമ്മൾ തേക്കുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത്. അടുത്തതാണ് നമുക്ക് വരുന്നതാണ് ഡിസ്റ്റംബർ. അപ്പോൾ പെയിൻറ്റ്, വാർണിഷ്, ഡിസ്റ്റംബർ. പ്ലാസ്റ്ററിങ് ചെയ്ത പ്രതലം മിനുസപ്പെടുത്തി ഭംഗിയാക്കാനാണ് നമ്മൾ ഡിസ്റ്റംബർ ഉപയോഗിക്കുന്നത്. ഇത് വിവിധ നിറങ്ങളിൽ ലഭിക്കുന്നു. പെയിൻറ്റിനേക്കാളും വാർണിഷിനേക്കാളും നമുക്കിതിന് വില കുറവാണെന്നാണ് പറയുന്നത്. ഡിസ്റ്റംബറിന്. ഇനി എന്തിനാണ് നമ്മളിത് ഡിസ്റ്റംബറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്റ്റംബർ
ഫിലിം പോറസ് ആയതിനാൽ പുതിയ ചുമർ ഉണങ്ങുന്നതിന് തടസ്സമാകില്ല. ഓയിൽ പെയിൻറ്റിനേക്കാൾ ഈട് നിൽക്കും. ഇഷ്ടികയ്ക്കും സിമൻറ്റ് പ്ലാസ്റ്ററിനും ലൈം പ്ലാസ്റ്ററിനും ഇൻസുലേറ്റഡ് ബോർഡിനും ഉപയോഗിക്കാം. ഈർപ്പമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കോട്ടിങ്ങിന് കനം കൂടുതലായിരിക്കും. ഇളകി പോരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഡിസ്റ്റംബർ ഫിലിം പോറസ് ആയതിനാൽ പുതിയ ചുമർ ഉണങ്ങുന്നതിന് തടസ്സം. പുതിയ ഒരു ചുമരാലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൽ പോലും അതിന് ഉണങ്ങാനായിട്ട് തടസ്സമില്ല എന്നാണ് പറയുന്നത്. ഓയിൽ പെയിൻറ്റിനേക്കാളും കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കിത് ഇഷ്ടികയോ നമ്മുടെ മേസണറി വർക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങോ, ഇപ്പോൾ ലൈം പ്ലാസ്റ്ററിങ് ആയിക്കോട്ടെ, സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആയിക്കോട്ടെ, അതുപോലെ ഇൻസുലേറ്റഡ് ബോർഡ് ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് അവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഡിസ്റ്റംബർ ഉപയോഗിക്കാം. അത് പക്ഷേ പിന്നെ രണ്ട് കാര്യങ്ങൾ അവർ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഈർപ്പമുള്ള സ്ഥലത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കോട്ടിങ്ങിന് കനം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടർന്നു പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഡിസ്റ്റംബറിലെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് പഠിക്കുമ്പോൾ പെയിൻറ്റിൻ്റെ, വാർണിഷിൻ്റെ, ഡിസ്റ്റംബറിൻ്റെ അതായത് ഓർത്ത് വെക്കണം കേട്ടോ. അതൊക്കെ വൈറ്റിംഗ് അല്ലെങ്കിൽ ചോക്ക്, ജലം, കളറിംഗ് പിഗ്മെൻറ്റ് ഇവയാണ് ഡിസ്റ്റംബറിൻ്റെ ഘടകങ്ങൾ. ഡിസ്റ്റംബർ പൊടി രൂപത്തിലും പേസ്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന്. എന്തൊക്കെയാണ്? ബേസ്, കാരിയർ, കളറിംഗ് പിഗ്മെൻറ്റ്. നമ്മൾ പെയിൻറ്റിൽ വരുന്ന ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലും നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റിങ് അല്ലെങ്കിൽ ചോക്കാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഈ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരിയറായിട്ട് അല്ലെങ്കിൽ വെഹിക്കിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കുന്നു? കളറിംഗ് പിഗ്മെൻറ്റ് കൂടി നമ്മൾ ചേർക്കുന്നു. എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്റ്റംബറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ബേസ്, വെഹിക്കിള്, അതുപോലെ തന്നെ കളറിംഗ് പിഗ്മെൻറ്റ്. ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? വൈറ്റിങ് അല്ലെങ്കിൽ ചോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കരിയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജലമാണ്. പിന്നെ നമ്മുടെ കളറിംഗ് പിഗ്മെൻറ്റുകളും ചേർത്തിട്ട് നമ്മളത് ഡിസ്റ്റംബർ നമ്മൾ ഉണ്ടാക്കുന്നു. ഈ ഡിസ്റ്റംബർ നമുക്ക് പൊടി രൂപത്തിലും പേസ്റ്റായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 രൂപത്തിൽ നമുക്ക് ഡിസ്റ്റംബർ ലഭിക്കുന്നുണ്ട്. പൗഡർ ഫോമിലും ലഭിക്കുന്നുണ്ട്, പേസ്റ്റ് ഫോമിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓയിൽ ഡിസ്റ്റംബർ ഒരു തരം ഓയിൽ പെയിൻ്റ് ആണ്. പിന്നെ ഓയിൽ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഓയിലാണത്. അതിൽ ഡ്രൈയിങ് ഓയിൽ ജലവുമായിട്ട് കൂടിച്ചേരും. കുഴമ്പ് രൂപമാക്കാനായി ഉപയോഗിക്കുന്ന വസ്തു ഗ്ലൂ അല്ലെങ്കിൽ കാസൈൻ ആണ്. ഉറപ്പുള്ളതും കഴുകാൻ പറ്റുന്നതുമാണ്. ഈ ഡിസ്റ്റംബർ പറഞ്ഞാൽ ഓയിൽ ഡിസ്റ്റംബർ ഒരു തരം ഓയിൽ പെയിൻറ്റിനെ പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഡ്രൈയിങ് ഓയിൽ, അതായത് നമ്മൾ ഡ്രയറായിട്ട് ഉപയോഗിക്കുന്നത് ജലവുമായിട്ട് കൂടിച്ചേരുന്നാണ് പറയുന്നത്. കുഴമ്പ് രൂപമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഗ്ലൂ അല്ലെങ്കിൽ കാസൈൻ ആണ്. ഗ്ലൂ അല്ലെങ്കിൽ കാസൈൻ ആണ് നമ്മൾ എന്തിനു വേണ്ടി പിന്നെ പശ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റെസിൻസിന് തന്നെയാണ്. ഇതാണ് നമ്മൾ ഇത് കുഴമ്പ് രൂപം പോലത്തെ, അതായത് പേസ്റ്റ് രൂപത്തിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലൂ അല്ലെങ്കിൽ കാസൈൻ ആണ്. ഉറപ്പുള്ളതും അതുപോലെ തന്നെ ഇത് കഴുകാൻ പറ്റുന്നതും ആണെന്നാണ് പറയുന്നത്. എന്ത്? ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റംബറിലെ ഘടകങ്ങൾ 3 ബേസ്, കരിയർ, അതുപോലെ തന്നെ കളറിംഗ് പിഗ്മെൻറ്റ്. ഇതിൽ കരിയറായിട്ട് നമ്മൾ ജലമാണ് ഉപയോഗിക്കുന്നത്. ബേസായിട്ട് നമ്മൾ വൈറ്റിങ്ങും അതുപോലെ ചോക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഡിസ്റ്റംബർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഡിസ്റ്റംബറിങ് ചെയ്യേണ്ട വിധം എങ്ങനെയാണ്? പ്രതലം നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. നമ്മളിത് അടിക്കുന്നതിന് മുമ്പ് ആ പ്രതലം നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. പ്രതലത്തിൽ പൂപ്പലോ അഴുക്കോ ഇല്ലാത്ത വിധം വൃത്തിയാക്കേണ്ടതാണ്. നല്ല രീതിയിൽ നമ്മളിപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണല്ലേ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്, നല്ല രീതിയിൽ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പ്രതലത്തിലെ വിള്ളലുകൾ പുട്ടിയോ ജിപ്സമോ നിറച്ച് വെക്കണം. അത് ഉറച്ച ശേഷം മാത്രം ഡിസ്റ്റംബർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നോട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ഒക്കെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലേ. അപ്പോൾ ആ നോട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ഈ ഡിസ്റ്റംബർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഡിസ്റ്റംബർ ചെയ്ത പ്രതലം വീണ്ടും ചെയ്യുമ്പോൾ പഴയത് തുടച്ച് കളയേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പഴയ വർക്ക് പൂർണ്ണമായിട്ട് നമ്മളത് റിമൂവ് ചെയ്യേണ്ടതാണ്. തയ്യാറാക്കിയ പ്രതലത്തിൽ ആദ്യം പ്രൈമിങ് കോട്ടും അതിനുശേഷം 2
കോട്ടും ചെയ്യേണ്ടതാണ്. ഓരോന്നും ഇടയ്ക്ക് ഉണങ്ങാൻ സമയം അനുവദിക്കേണ്ടതാണ്. അതായത് എവിടെയാണോ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ആദ്യം മുമ്പ് നമ്മൾ പെയിൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു 3 കോട്ടായിട്ടാണ് നമ്മൾ ഇതെന്തടിക്കുന്നത്, പെയിൻറ്റ് അടിക്കുന്നത്. ആദ്യത്തെ കോട്ട് പ്രൈമിങ്, രണ്ടാമത്തത് അണ്ടർ കോട്ട്, മൂന്നാമത്തത് ഫിനിഷിംഗ് കോട്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. എന്താണ്, പ്രൈമിങ് കോട്ട് ആദ്യം അടിക്കുന്നു, അതിനുശേഷമാണ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ട് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള, ആദ്യത്തെ അടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആവാനുള്ള സമയം നമ്മളതിന് കൊടുക്കണം. രണ്ടാമത്തെ കോട്ട് അടിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയിരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബറിങ് ചെയ്ത് നല്ലോണം ഈർപ്പമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബിങ് ചെയ്യാനായിട്ട് പാടില്ല. കഴുകാൻ പറ്റുന്ന ഓയിൽ, ഡിസ്റ്റംബർ ഓയിൽ പെയിൻറ്റ് ചെയ്ത പ്രതലത്തിലും കോറുഗേറ്റഡ് ഇരുമ്പിലും നമുക്ക് ഉപയോഗിക്കാം. പെയിൻറ്റ് ചെയ്ത പ്രതലത്തിലും നമുക്ക് ഉപയോഗിക്കാം. അത് കോറുഗേറ്റഡ് ഇരുമ്പിലും നമുക്കത് ഉപയോഗിക്കാം. കോറുഗേറ്റഡ് ഇരുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതിങ്ങനെ വളഞ്ഞ് കിടക്കുന്ന ഷീറ്റിനെയാണ് നമ്മൾ കോറുഗേറ്റഡ് ഇരുമ്പെന്ന് പറയുന്നത്. ബ്രഷ് ഉപയോഗിച്ചോ സ്പ്രേ ഉപയോഗിച്ചോ നമുക്ക് ഡിസ്റ്റംബർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രഷ് അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റംബർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പെയിൻറ്റ് ഡിസ്റ്റംബറിങ് നമ്മൾ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്താണ് അപ്പോൾ വൈറ്റ് വാഷിങ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റംബറിങ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെയിൻറ്റിങ് പറഞ്ഞു, വാർണിഷ് പറഞ്ഞു, ഡിസ്റ്റംബറിങ് പറഞ്ഞു. ഇതിലൊക്കെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു. അടുത്താണ് വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വൈറ്റ് വാഷിംഗ്? ഫ്രഷ് ലൈം സ്ലാക്ക് ചെയ്ത ശേഷം ആവശ്യത്തിന് ജലം ചേർത്ത് അരിക്കുക. അതിൽ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച പശ 20 Nm/m³ എന്ന നിരക്കിൽ ചേർക്കുക. വൈറ്റ് വാഷ് ചെയ്യേണ്ട ചുമർ നന്നായി തുടച്ച് വൃത്തിയാക്കുക. ചണബ്രഷ് ഉപയോഗിച്ച് വൈറ്റ് വാഷ് ചെയ്യുക. ഓരോ കോട്ടും ഉണങ്ങിയ ശേഷം 3 പ്രാവശ്യം തേക്കുക. ലൈം അണുജീവികളെ നശിപ്പിക്കുന്നു. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. വീടുകളുടെ ചുമരും സീലിങ്ങും വൈറ്റ് വാഷ് ചെയ്യാറുണ്ട്. അരിച്ചെടുത്ത ലൈമിൽ കളറിംഗ് പിഗ്മെൻറ്റ് ചേർത്ത് നിറമുള്ളതാക്കാനും സാധ്യമാണ്. വൈറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ എന്താണ്, ഫ്രഷ് ലൈം സ്ലൈക്കിങ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന കാൽസിനേഷൻ നടത്തിയിരിക്കുന്ന ലൈമിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, കാൽസിനേഷൻ എന്ന് പറഞ്ഞ സ്ലൈക്കിങ് ആക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്രഷ് ലൈം സ്ലേക്ക് ചെയ്ത ശേഷം അത്യാവശ്യത്തിന് ജലം ചേർത്തിട്ട് അത് അരിച്ചെടുക്കാനാണ് പറയുന്നത്. അതിൽ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച പശ 20 Nm/m³ എന്ന നിരക്കിൽ നമ്മൾ ചേർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വൈറ്റ് വാഷ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റ് വാഷ് ചെയ്യേണ്ട ചുമർ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ ചണ ബ്രഷ് ഉപയോഗിച്ച് വൈറ്റ് വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓരോ കോട്ടും ഉണങ്ങിയ ശേഷം 3 പ്രാവശ്യം ഇത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പോളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് പോളിഷ്? മിനുസപ്പെടുത്തിയ മരത്തിൻ്റെ ഉപരിതലം ഭംഗിയാക്കാൻ വുഡ് പോളിഷ് ഉപയോഗിക്കുന്നു. ഫ്രഞ്ച് പോളിഷാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ, എംബോണൈറ്റ്, എംബോണൈറ്റ് ബ്ലാക്ക്, റെഡ് എന്നിങ്ങനെ പല നിറങ്ങളിൽ ലഭ്യമാണ്. താഴെ പറയുന്ന വിധം മറ്റു ചില പേരുകൾ പോളിഷിനുണ്ട്. അപ്പോൾ പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൻ്റെ സർഫസ് നല്ല രീതിയിൽ തിളങ്ങി നല്ല ആകർഷണീയമാക്കാൻ അല്ലേ, അട്രാക്ഷൻ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിഷ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫ്രഞ്ച് പോളിഷാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. താഴെ പറയുന്ന വിധം മറ്റു ചില പേരുകളും പോളിഷിനുണ്ട്. ടേബിൾ ടോപ്പ് പോളിഷ് മേശയുടെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻറ്റ് പോളിഷാണ്. ബട്ടൺ പോളിഷ് അതുപോലെ തന്നെ മേശയുടെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻറ്റ് പോളിഷാണ്. ബ്ലീച്ച് ചെയ്യാത്ത ഷെല്ലാക്ക് മുട്ടിൽ നിന്നും ലഭിക്കുന്നു. ഫ്രഞ്ച് പോളിഷിനേക്കാളും കടുത്ത നിറമായിരിക്കും. ഫ്രിക്ഷൻ പോളിഷ്. അപ്പോൾ എത്ര തരത്തിൽ പറയുന്നുണ്ട്? ടേബിൾ ടോപ്പ് പോളിഷ്, ബട്ടൺ പോളിഷ്, ഫ്രിക്ഷൻ പോളിഷ്. ഇങ്ങനെ 3 രീതിയിലാണ് പോളിഷ് നമ്മൾ ചെയ്യുന്നതായിട്ട് പറയുന്നത്. അതിൽ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശയുടെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളിഷാണ് ടേബിൾ ടോപ്പ് പോളിഷ്. ബട്ടൺ പോളിഷ് എന്ന് പറഞ്ഞാൽ മേശയുടെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്പെറൻറ്റ് പോളിഷാണ്. ബ്ലീച്ച് ചെയ്യാത്ത ഷെല്ലാക്ക് മുട്ടിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് പോളിഷിനേക്കാളും കടുത്ത നിറമായിരിക്കും. അടുത്ത ഫ്രിക്ഷൻ പോളിഷ് എന്ന് പറഞ്ഞാൽ ടർണിങ് ചെയ്ത മരത്തിന് പറ്റിയ പോളിഷാണിത്. ടർണിങ് ചെയ്തിട്ടുള്ള
മരത്തിന് പറ്റിയ പോളിഷാണിത്. ലെയ്ത്തിൽ വെച്ചിട്ട് നേരിയ പരുത്തി ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പോളിഷ് പൊള്ളിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് വേഗത കുറയ്ക്കണം. ആദ്യം നേരിയ കോട്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് സ്റ്റീൽ വൂൾ കൊണ്ട് നമുക്ക് ഉരച്ചിട്ട് രണ്ടാമത്തെ കോട്ട് നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. പോളിഷ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കത് അങ്ങനെ ഇതില്ല. ബാക്കി വരുന്ന പെയിൻറ്റിങ്, പോളിഷ്, പെയിൻറ്റിങ്, ഡിസ്റ്റംബറിങ്, വാർണിഷിങ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മൂന്നിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്കറിയില്ല. 1 വേർഡായിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ചോദ്യം വരും, ഉറപ്പാണ്. വൈറ്റ് വാഷിങ്ങും ഒന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. സെക്കൻഡ് ഇയറിലെ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ സബ്ജക്റ്റ് ഞാനിപ്പോൾ ഇന്നിവിടെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അടുത്ത തിങ്കളാഴ്ച മുതൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും.